അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ ദൈവമക്കളായ നമുക്കൊരുമിച്ച് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ നല്ല ഭാഗ്യത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. രാവിലെ തോറും ദൈവിക ദയ അന്വേഷിപ്പാൻ, ദൈവമുഖം അന്വേഷിപ്പാൻ, നമ്മുടെ ശരീരത്തിൻ്റെ സുഖങ്ങളെക്കാൾ ദൈവസന്നിധിയിൽ ഇരിപ്പാനും ദൈവത്തിൻ്റെ ഹിതമന്വേഷിപ്പാനും നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ ശരീരമെന്ന വെളിപ്പാടിൽ കർത്താവിനോട് അടുത്ത് ചെല്ലുവാനും സ്വർഗം നൽകിയ ഈ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനങ്ങളെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഇന്ന് രാവിലെ വീണ്ടും ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായിട്ട് തയ്യാറാകാം. കഴിഞ്ഞ ദിനരാത്രങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ആഴമായ ദൈവിക സത്യങ്ങൾ നമ്മൾ കാണുകയായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രഭാതങ്ങളിൽ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നാം കണ്ടത് ഇസ്രായേലിന് വിരോധമായിട്ട് ശക്തമേറിയ പ്രതിസന്ധികൾ എഴുന്നേറ്റ് വരുമ്പോൾ അവരുടെ അവസ്ഥ തന്നെ അതിനൊരു കാരണമായി നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒന്നവരെ അവസ്ഥ പ്രതികൂലമായി നിൽക്കുന്നു, ദൈവഹിതമല്ലാതെ നിൽക്കുന്നു. രണ്ട്, ശത്രുക്കൾ അവർക്ക് വിരോധമായി നിൽക്കുന്നു. അതിൻ്റെ നടുവിൽ അവർ ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുമ്പോൾ കർത്താവ് തന്നെ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നലെ രാവിലെ കണ്ട് അവസാനിപ്പിച്ചത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ ഏറ്റവും അധികം നാം കാണുന്നത് അവർക്ക് വേണ്ടി പാടാൻ ഇറങ്ങി വരുന്ന, രാജാവായിട്ട് ഇറങ്ങി വരുന്ന കർത്താവിനെയാണ്. ഒരു പ്രത്യേക പദപ്രയോഗമാണ്. യെശയ്യാവിൻ്റെ പുസ്തകമാണ് കൂടുതൽ അവർക്ക് വേണ്ടി ഇറങ്ങി വരുന്ന രാജാവിനെ അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. നമുക്ക് ആ വാക്യങ്ങൾ അറിയാം. ഒന്നും നമുക്ക് വാക്യങ്ങൾ കണ്ട് മുമ്പോട്ട് പോകാം. ചില വാക്യങ്ങൾ കണ്ടുകൊണ്ട് നമുക്ക് വീണ്ടും ഇന്ന് രാവിലെ ദൈവിക വെളിപ്പാടിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. യെശയ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. കണ്ടോ, ഇത് ഞാൻ അവിടെ താഴേക്ക് വായിച്ച നമ്മൾ ദൂതുകളിലേക്ക് പോകും. ഞാൻ അവിടേക്ക് പോകാതെ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ കാര്യം പറയട്ടെ. ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന ഇസ്രായേലിൻ്റെ അകത്തുള്ള അവരുടെ ആ ദൈവിക കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ ആ ദൈവിക വാക്തത്വത്തെ ഒന്നുകൂടെ ഉറപ്പിക്കുന്നതായിരുന്നു യെശയ്യാവിൻ്റെ വാക്കുകൾ. അപ്പോൾ 32-ാം അധ്യായത്തിൽ രാജാവ് വാഴുമെന്ന് പറഞ്ഞു. പക്ഷേ ഇനി നിങ്ങൾ 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. കണ്ടോ, അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തു വന്നു. 32-ൽ പറഞ്ഞു രാജാവ് വാഴും, 42-ൽ പറഞ്ഞു ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ അക്ഷരാർത്ഥത്തിൽ ഒരു പ്രകടമായി കാണുന്ന, പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു രാജാവ് ഇറങ്ങി വന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവരെ രക്ഷിക്കുന്ന ഒരു രാജാവിനെ അവർ പ്രതീക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ യെശയ്യാവ് തന്നെ മറുഭാഗം പ്രവചിച്ചിട്ടുണ്ട്. ഒരു ദാസനായിട്ട് അവൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. അപ്പോൾ ദാസനായിട്ട് ഇറങ്ങി വരുന്ന ഇവനാണ് രാജാവ്. ഇത് രണ്ടും കൂടെയുള്ള വാക്തത്വങ്ങൾ യേശുവിൽ നിവർത്തിക്കപ്പെട്ടത് കാണാൻ അവർക്ക് കഴിഞ്ഞില്ല. ഓക്കെ, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകുന്നു. ഒന്നുകൂടെ താഴേക്ക് ഇറങ്ങി വന്നേ. നിങ്ങളിതിൻ്റെ മലയാളത്തിൽ 7-ാം വാക്യമാണ്, പക്ഷേ അത് ഇംഗ്ലീഷിൽ 6-ാം വാക്യമാണ്. ആരെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? 42-ന്റെ 7 വായിക്കാമോ? 42-ന്റെ 7, യെശയ്യാവിൻ്റെ പുസ്തകം 42-ന്റെ 7 കാണാവോ? കാണാവോ? കാണാം. ഓക്കെ. യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. ഈ വാക്യത്തിൽ മലയാളത്തിൽ കണ്ടോ, യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്നെ ജനത്തിൻ്റെ നിയമവും ജാതികളുടെ പ്രകാശവും ആക്കും. ഇതിനകത്ത് ഇവിടെ ഞാൻ നിന്നെ ജനത്തിൻ്റെ നിയമമാക്കും. ആ വാക്ക് കിടക്കുന്നത് ഇംഗ്ലീഷിൽ 6-ാം വാക്യത്തിലാണ്. ഇംഗ്ലീഷിൽ 6-ാം വാക്യം, ഐ ദ ലോർഡ് ഹാവ് കോൾഡ് ദ ഇൻ റൈച്ചസ്നെസ് ആൻഡ് വിൽ ഹോൾഡ്. ഇംഗ്ലീഷ് ആരിലും ഒരാൾ വായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടോ? ഞാൻ ഈ കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ പഴയ ഇംഗ്ലീഷാണിത്.
ആരെല്ലാം വായിക്കാവോ ഇംഗ്ലീഷ്? വേണ്ട, ഓക്കെ. അവിടെ ഒറ്റ The വാക്ക് നോക്കുക. Lord, the Lord have called thee in righteousness, ആ and will hold thine hand, and will keep thee, ആ and give thee for a covenant of the people, കണ്ട, for the ആൻഡ് love of ഗീവ് the ദി ഫോർ എ കവനന്റ് ഓഫ് ദ പീപ്പിൾ. കണ്ട, അപ്പം താഴെ നമ്മൾ ഏഴാം വാക്യത്തിൽ കണ്ടത് നിയമമാക്കുന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ അവനെ ഒരു കവനന്റ് ആക്കി മാറ്റും, ഞാൻ അവനെ ഒരു ഉടമ്പടിയാക്കി മാറ്റും. കണ്ടോ? അപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന നിവൃത്തിയാണ് സത്യത്തിൽ കാൽവറിയിൽ അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ച് മരിച്ചത്. അപ്പൊ ഈ ന്യൂ കവനന്റിനകത്താണ് അബ്രഹാമ്യ കവനന്റും ദാവീദ്യ കവനന്റും ഒരുമിച്ച് സംയോജിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ കവനന്റിന്റെ പ്രത്യേകത, ഇവൻ ഇറങ്ങി വന്നിരിക്കുന്നത്, ഇനി നമ്മൾ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ ഇത് നിങ്ങളുടെ അകത്ത് കിടക്കണം. യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ദാസനായി ദൈവം പ്രഖ്യാപിച്ച കവനന്റ് നിവർത്തിക്കുവാനും അവൻ ജാതികൾക്ക് പ്രകാശമാകാൻ വന്നിരിക്കുന്നവനാണ്. ആ ക്രിസ്തു ഇപ്പോൾ നിങ്ങളുടെ അകത്തുണ്ട്. ആ കർത്താവ് നമ്മുടെ അകത്തുണ്ട്. ആ ക്രിസ്തു നിങ്ങളിൽ വളരും തോറും അവൻ ജാതികൾക്ക് നിങ്ങളിലൂടെ പ്രകാശമായി മാറും. ഓക്കെ, ഇനി അവന്റെ പ്രത്യേകത, ആ കവനന്റുമായിട്ട് വന്നവന്റെ പ്രത്യേകത ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി അവൻ കെടുത്തുകയില്ല, അവൻ അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. കണ്ടോ, അവൻ്റെ പ്രത്യേകതയാണ് ഈ പറഞ്ഞു വരുന്നത്. അവൻ ഒച്ചയുണ്ടാക്കില്ല, തെരുവീതിയിൽ ശബ്ദം കേൾക്കില്ല, ചതഞ്ഞ ഓട ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല. ഇത് നമ്മുടെ ക്രിസ്തുവിലല്ലേ നിവർത്തിക്കപ്പെട്ടത്. ആ ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെട്ടതിനാൽ എന്താണ് സംഭവിച്ചത്? അവൻ തൻ്റെ ജനത്തെ, അല്ലെങ്കിൽ താൻ തന്നിലൂടെ തൻ്റെ മക്കളെ മുഴുവൻ നീതീകരിച്ച് ദൈവം മുമ്പാകെ നിൽക്കുവാൻ നമ്മെ പ്രാപ്തന്മാരാക്കിയിരിക്കുകയാണ്. അവൻ്റെ പ്രത്യേകത എന്താ? അവൻ കുരുട്ട് കണ്ണുകളെ തുറക്കുന്നു, ബദ്ധന്മാരെ കുണ്ടറിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും അവൻ വിടുവിക്കേണ്ടതിനാണ് യഹോവ അവനെ നീതിയോടെ വിളിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ സാരാംശം, ന്യൂ കവനന്റിനകത്ത് ഒന്ന്, നമ്മെ അവൻ കെടുത്തിക്കളയില്ല. നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ആദ്യം, നമ്മൾ എത്ര പ്രശ്നത്തിലൂടെ, ഇന്ന് രാവിലെ നിങ്ങൾ എത്ര വേദനയോടെ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ, എത്ര വേദനകൾ, എത്ര പ്രയാസങ്ങൾ നിങ്ങളുടെ മനോഭാവത്തിൽ ഉണ്ടാക്കുന്നെങ്കിലും ചതഞ്ഞ ഓടയെ ഒടിക്കാതെ, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാതെ, അവൻ നമ്മെ അവസാനിപ്പിക്കാൻ അനുവദിക്കാതെ അവൻ സ്ഥാപിച്ച ഉടമ്പടിയിലേക്ക്, ആ ഉടമ്പടിയുടെ വെളിപ്പാടിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് അവൻ നിങ്ങളെ അവനാൽ വളർത്തുന്നവനാണ്. അതുകൊണ്ട് പ്രാരംഭത്തിൽ നമ്മൾ കടന്നു പോകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ഈ പ്രശ്നങ്ങളുടെ അകത്ത് മനസ്സ് ഭാരപ്പെട്ടിരുന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ക്രിസ്തുവിൽ വളരാൻ പറ്റില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നമുണ്ട്, നിങ്ങളുടെ തലമുറകളുടെ പ്രയാസങ്ങളുണ്ട്, നിങ്ങളുടെ ഭാവി സംബന്ധമായ കാര്യങ്ങളുണ്ട്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ, ശാരീരിക രോഗങ്ങൾ, ഇങ്ങനെ കണ്ടമാനം അവസ്ഥകളുടെ നടുവിലൂടെയാണ് ദൈവമക്കൾ കടന്നു പോകുന്നത്. അപ്പോൾ ഈ വിഷയങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മീകമായിട്ട് വളരാൻ കഴിയില്ല. അപ്പോൾ അവിടെ രണ്ട് മറുപടിയുള്ളൂ. ഒന്നുകിൽ നിങ്ങളുടെ വിഷയത്തിന്മേൽ ഇപ്പോൾ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ കരം ഇറങ്ങി വരണം. അതിന് യാതൊരു സംശയമില്ല കേട്ടോ. നമ്മൾ യോവേലിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നുണ്ട്, അന്ത്യകാലത്തെ സകല ജഡത്തിനുമേൽ എൻ്റെ ആത്മാവിനെ പകരും. അത് പറയുമ്പോൾ തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നത്, മറുഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ശക്തമായ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് ആണ്. അപ്പോൾ ദൈവാത്മാവ് ഒരു വ്യക്തിയെ പണിയുമ്പോൾ, ഒരു ഭാഗത്ത് അവരെ പണിയാൻ ദൈവാത്മാവ് ഇറങ്ങി വരുമ്പോൾ, അവരുടെ മനസ്സിനകത്ത് അവർ അനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാതെ ആ വ്യക്തിയെ ദൈവത്തിന് പണിയാൻ പറ്റില്ല. അപ്പോൾ ഒന്നുകിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കും, ഒരു സംശയമില്ല, കാരണം അവൻ രാജാവാണ്. അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാഗം ശ്രദ്ധിക്കുക, എല്ലാവരുടെ വിഷയത്തിൽ അങ്ങനെ ദൈവാത്മാവ് അപ്പോൾ തന്നെ പ്രവർത്തിച്ചോളണമെന്നില്ല. അല്ലെങ്കിൽ രണ്ടാമത്തെ വിഷയം, നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം നിങ്ങളെ ബാധിക്കാതെ വണ്ണം ദൈവാത്മാവ് നിങ്ങളുടെ മനസ്സിനെ പണിയും. രണ്ടിലൊന്ന് സംഭവിച്ചിരിക്കും. അതിനകത്ത് രണ്ടിനകത്ത് ഏത് വേണമെന്ന് നിങ്ങൾ നിർബന്ധിക്കേണ്ട, നിങ്ങൾ അതിനുവേണ്ടി മസിൽ പിടിക്കണ്ട. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക,
എൻ്റെ രാജാവ് നീതിയോടെ വാഴുന്ന രാജാവാണ്. അവൻ എന്നെ അറിയാം. അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവശക്തനാണ്. ഞാൻ ഈ വല്ലാതെ വിഷയങ്ങളിൽ ഭാരപ്പെടുന്ന വ്യക്തികൾക്ക് വേണ്ടി കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ സർവജ്ഞാനം എന്ന വിഷയം സംബന്ധിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മനസ്സിനകത്ത് ഭയങ്കര സ്വസ്ഥത വരുന്നത് കണ്ടിട്ടുണ്ട്. റിസൾട്ട് എന്താ അറിയാമോ? ഉടൻ തന്നെ ദൈവാത്മാവിൻ്റെ കരം ആ വിഷയത്തിൽ ശക്തിയായി തുറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ഒന്നാമത് പ്രാർത്ഥിക്കാം. നമ്മൾ അനുഭവിക്കുന്ന സാഹചര്യം മുഴുവൻ ദൈവം അതുപോലെ അറിയുന്നുണ്ടോ? ദൈവം അറിയാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വരുന്നില്ലെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടോ? ഇവിടെയാണ് ഇതിൻ്റെ താക്കോൽ കിടക്കുന്നത്. ഇത് നിങ്ങളുടെ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭയങ്കര സമാധാനം വരാൻ തുടങ്ങും. നമുക്ക് അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഒന്ന് ആ ദൈവിക സമാധാനത്തിലേക്ക്, ആദ്യം ദൈവാത്മാവ് രാജാവായി നമ്മുടെ സാഹചര്യങ്ങളെ വാഴേണ്ടതിന് നമ്മെ ഒന്ന് വാഴാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ഒന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. ചില മിനിറ്റുകൾ ചതഞ്ഞ ഓടയെ അവൻ ഒടുക്കിയല്ല, കർത്താവ് എന്നെ തള്ളിക്കളയല. എനിക്ക് വിഷമമുണ്ട് ഇത്ര സിമ്പിളായിട്ട് ഇന്ന് രാവിലെ പറയുന്നതിൽ, പക്ഷെ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. കർത്താവ് എന്നെ തള്ളിക്കളയില്ല. കർത്താവ് എൻ്റെ കുടുംബത്തെ, എൻ്റെ തലമുറയെ, എൻ്റെ സാഹചര്യങ്ങളെ, എൻ്റെ അവസ്ഥയിൽ ദൈവം എന്നെ തള്ളിക്കളയില്ല. അവൻ എനിക്ക് വേണ്ടി പണിയുന്നവനായിട്ട് ഇറങ്ങി വരും എന്ന് നമുക്കൊന്ന് ദൈവാത്മാവിൽ ഉറച്ചൊന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാം മൈക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കാവോ? ഈ അകത്തൊരു ധൈര്യം ഉണ്ടാകട്ടെ. എല്ലാവരും അകത്ത് ഈ ഒരു ധൈര്യം അകത്ത് വരട്ടെ. ധൈര്യം എന്ന് ഞാൻ പറയുന്നു, അകത്ത് വെളിപ്പാട് ഉണ്ടാകട്ടെ. ഒന്ന് മൈക്ക് വേണ്ടി ഇത് പ്രാർത്ഥിച്ചാലോ? നമ്മ എല്ലാവരും കർത്താവ് പരിശുദ്ധാത്മാവ് അങ്ങനെ ഭയങ്കര ഉറപ്പുള്ളവരായി പണിയേണ്ടവന് ഒന്നിനെ കുറിച്ച് വ്യാകുലപ്പെടാതെ ഞാൻ ആ വാക്യത്തിന്റെ പുറകിൽ കാണിച്ചു വരാം നിങ്ങൾക്ക്. ഇങ്ങനൊരു മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ അകത്തേക്ക് ദൈവാത്മാവ് ആദ്യം തുറക്കുന്നത്. മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 2-3 മിനിറ്റ് വരെ എല്ലാവരും അപരങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ച് ലബത്തുരാധന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സാഹചര്യങ്ങളെ ജയിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സാഹചര്യങ്ങളെ ജയിപ്പാൻ ഞങ്ങളുടെ മേൽ കൃപ പകരണമേ. ശാപ ലംദരാദിന പ്രൗഢപന ഘടകദനം വൈശ പ്രൗഢപന ഘടകദനം കർത്താവേ, ഇന്ന് രാവിലെ അത് ഞങ്ങളുടെ വണ്ടിയിൽ തുറക്കണമപ്പ. ഇന്ന് രാവിലെ ഞങ്ങളുടെ വണ്ടിയിൽ അത് തുറക്കണമപ്പ. ഷാഫല ജബത്തുരാധന പ്രൗഷപന അന്തൽ പ്രൗഢപന ഹന്തൽ പ്രൗഢപന ഘടകദനം ശബര റബശസ്കന ലിപി പ്രൗഢപന നിബന്ധരാബിന പ്രൗഷപന ഘടകദനം ശിവൽ പ്രൗഷപന ഹത്തുരാധന പ്രൗഢപന ഘടകദനം ലിബന്ധരാധന പ്രൗഷസ്കനാദിരാധന
നിങ്ങൾ അടുത്ത ഈ വാക്ക് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അകത്ത് വരേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു വെളിപ്പാട്, ദൈവത്തിൻ്റെ സർവജ്ഞാനത്തെക്കുറിച്ചുള്ളൊരു വെളിപ്പാട്. അപ്പം ഈ കർത്താവ് രാജാവാണ്. ആ രാജാവായ കർത്താവാണ് നമ്മുടെ അകത്ത് വസിക്കുന്നത്. രാജാവ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ദാവീദ്യ ഉടമ്പടിയുടെ നിവൃത്തിയാണ് രാജാവ്. അപ്പോൾ ആ രാജാവ് നീതിയോടെ വാഴും. ഇനി അവൻ്റെ പ്രത്യേകത കണ്ടോ, ഈ രണ്ടാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഓരോരുത്തരും, അവൻ ആരാന്നറിയാം, അവൻ ഓരോരുത്തരും കാറ്റിൽ നിന്നുള്ള ഒരഭയസ്ഥാനവും കൊടുങ്കാറ്റിൽ നിന്നുള്ള രക്ഷാസങ്കേതവും ആയിത്തീരും. ഞാൻ സമകാലിക പ്രവർത്തനം എന്ന പുതിയ പരിഭാഷയിലാണ് വായിക്കുന്നത്. അവർ മരുഭൂമിയിൽ നീർത്തോടുകൾ പോലെയും വരണ്ടുണങ്ങിയ ദേശത്ത് വൻപാറയുടെ നിഴൽ പോലെയും ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? നീതിയോടെ വാഴുന്ന രാജാവ് വാഴാൻ തുടങ്ങിയാൽ അവൻ കാറ്റിൽ നിന്ന് അവർക്കൊരു അഭയസ്ഥാനമായിരിക്കും. കാറ്റെന്തിനാ അടിക്കുന്നത്? പറപ്പിച്ച് കളയാൻ. ഇയ്യോബിന്റെ ഭവനത്തിന് ചുറ്റും കാറ്റടിച്ചു. അവൻ്റെ തലമുറകൾ നശിച്ചുപോയി, അവൻ്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു, അവൻ്റെ ഭവനത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടു, അവനുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ടു. അപ്പൊ കാറ്റടിക്കുമ്പോൾ നമ്മിൽ നിന്ന് അവകാശങ്ങൾ നഷ്ടപ്പെടുകയാണ്. പലതരത്തിൽ യാത്രയെ തടുക്കുന്ന കാറ്റ്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, പല വിധത്തിലുള്ള കാറ്റുകൾ ദൈവജനത്തിന് മേലെ അടിക്കുമ്പോൾ വാഴുന്ന രാജാവ് നിനക്ക് കാറ്റിൽ ഒരു മറവായിരിക്കും. ഓരോരുത്തനും കാറ്റിൽ നിന്നുള്ള അഭയസ്ഥാനമായിരിക്കും. ശിഷ്യന്മാർ അക്കരയ്ക്ക് പോയപ്പോൾ അടിച്ച കാറ്റിന്റെ നടുവിൽ അവൻ എഴുന്നേറ്റ് ശ്വാസിച്ചു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? വാഴുന്ന ക്രിസ്തു നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് കാറ്റുകൾ ഇല്ലാതാക്കും. കാറ്റിൽ അവനൊരു മറവായിരിക്കും. 2, അവനൊരു അഭയസ്ഥാനമായിരിക്കും, സങ്കേതമായിരിക്കും. വരണ്ട നിലത്ത് നീർത്തോടുകൾ പോലെ ആയിരിക്കും. ക്ഷീണമുള്ള ദേശത്ത്, വരണ്ടുണങ്ങിയ ദേശത്ത് ഒരു വൻപാറയുടെ നിഴൽ പോലെ അവൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ രാജാവ് നിന്നിൽ വാഴാൻ തുടങ്ങിയാൽ നിന്റെ സുരക്ഷിതത്വം വർദ്ധിക്കും. ഷഹനദന. അപ്പൊ സുരക്ഷിതത്വം വർദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ചിന്ത മാറാൻ തുടങ്ങും. നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന ഒരു കാര്യമുണ്ട് ബൈബിളില്. എൻ്റെ വല്യപ്പച്ചൻ എപ്പോഴും പറയുന്നൊരു പദമാണ് ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എന്ന് പറഞ്ഞ് വല്യപ്പച്ചൻ എപ്പോഴും പറയും. ആ വാക്യം ഈ വാക്യാണ്, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ. കണ്ടോ 10-ാം വാക്യം, 32-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഒരാണ്ടും കുറേ മാസങ്ങളും കഴിയുമ്പോൾ, നാളുകളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും. കണ്ടോ? അപ്പം ഈ സഹോദരിമാര് ദൈവത്തെക്കുറിച്ചുള്ള ഉറപ്പില്ലാതെ വാടിപ്പോവുകയാണ്. അപ്പൊ കർത്താവ് പറയുകയാണ്, പ്രവാചകൻ പറയുക, ഉത്തമനോ ഉത്തമ കാര്യം ചിന്തിക്കും, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കും. അപ്പൊ എന്താ നമ്മൾ ഉത്തമമായി ചിന്തിക്കേണ്ട കാര്യം? എന്താ? നമുക്കൊരു രാജാവുണ്ട്. നമുക്ക് നമ്മുടെ രാജാവായവൻ ഒരു പുതിയ ഉടമ്പടി സ്ഥാപിച്ചു, ന്യൂ കവനന്റ് സ്ഥാപിച്ചു. അവൻ എന്നെ ഒടിച്ചു കളയില്ല, എൻ്റെ തലമുറകളെ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ഭാവി അവൻ ഒടിച്ചു കളയില്ല. അവൻ എന്നെ കരുതും, അവൻ എന്നെ സഹായിക്കും, അവൻ്റെ കരത്തിനകത്ത് ഞാൻ പണിയപ്പെടും. എനിക്ക് വേണ്ടി അവൻ ഉറപ്പോടെ എന്നെ നിർത്തുന്നവനാണ്. അപ്പൊ എന്താ കേൾക്കേണ്ടത്?
ചിന്തയില്ലാത്ത പെണ്ണുങ്ങളോട് ഇസ്രായേൽ, ഇത് നിങ്ങളല്ല കേട്ടോ, ഇസ്രായേലിലുള്ളവരോട് പറയുന്നതാണ് കേട്ടോ. ശൗര്യമായിരിക്കുന്ന സ്ത്രീകളെ എഴുന്നേറ്റിന്റെ വാക്ക് കേൾപ്പിൻ, ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ എൻ്റെ വചനം ശ്രദ്ധിപ്പിൻ കേട്ടോ. അപ്പൊ എൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്തിനകത്ത് ഞാൻ ആരാണെന്നുള്ള വെളിപ്പാട് വരും. ആ വെളിപ്പാട് വന്നു കഴിഞ്ഞാൽ ആ വെളിപ്പാടിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ, ആ വെളിപ്പാട് നിങ്ങൾ ഉറയ്ക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ കുടുംബം ദൈവത്താൽ സംരക്ഷിക്കപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ദൈവിക ഡെസ്റ്റിനിയിലേക്ക് എത്തും. നിങ്ങളെക്കുറിച്ച് ദൈവത്തിലുള്ള പ്ലാൻ കൃത്യമായി നിവർത്തിക്കപ്പെടാൻ തുടങ്ങും. അതുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാവിലെ എനിക്ക് എന്തോ കിങ്ഷിപ്പിലേക്ക് ഉള്ളിലേക്ക് പോകാനാണ് ഞാൻ വരുന്നത്, പക്ഷെ ആരൊക്കെയോ വല്ലാതെ വേദനയിൽ ഭാരപ്പെട്ടിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ഇന്നലെയൊന്നും പറയാത്ത വാക്കാണിത്, ഭയങ്കരമായിട്ട് ആരൊക്കെയോ രാവിലെ വേദനയ്ക്കകത്ത് ഭാരപ്പെട്ട് മനസ്സ് അസ്വസ്ഥമാക്കപ്പെട്ട് ഇരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. നിങ്ങളുടെ അകത്ത് നിങ്ങൾ ദൈവിക ചിന്ത കണ്ടോ, ചിന്തയില്ലാത്ത സഹോദരിമാരെ എന്ന വാക്ക് പെണ്ണുങ്ങളെന്നൊരു നാടൻ ഭാഷയാണ് ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നു. അപ്പം അതിന് കാര്യം എന്താ? അവരുടെ ചിന്തയാണ് അവർക്ക് വേദന ഉണ്ടാക്കുന്നത്. അവർ വല്ലാതെ വേദനിക്കുന്നു. മക്കളെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച്, ആത്മീക വളർച്ചയെക്കുറിച്ച് വല്ലാതെ ചിന്തിക്കുക. പക്ഷേ നിങ്ങൾ എങ്ങനെ ചിന്തിക്കണം? നിങ്ങൾ ചിന്തിക്കേണ്ടത് ഉത്തമ കാര്യം ചിന്തിക്കണം. ഞാൻ പഴയ വിഷയത്തിനാണ് പറയുന്നത്, പുതിയ മതി പറയുകയാണ്. നിങ്ങൾ സ്വർഗത്തിലുള്ളത് ചിന്തിക്കണം. ചിന്തിക്കാൻ തുടങ്ങിയാൽ എന്തുണ്ടാകും? ചിന്തിക്കാൻ തുടങ്ങിയാൽ തൊട്ടു താഴെ ഭയങ്കര ദൈവപ്രവൃത്തി വെളിപ്പെടാൻ തുടങ്ങും. ഒന്നും നമ്മുടെ ചിന്താമണ്ഡലത്തെ ക്രിസ്തു കേന്ദ്രീകൃതമാക്കി മാറ്റാൻ ഇങ്ങനെ നിങ്ങളെ കരുതുന്ന ഒരുവനുണ്ട്. രണ്ടാം വാക്യം ഒന്നുകൂടെ നിങ്ങളുടെ അകത്ത് കിടക്കണം കേട്ടോ. ഓരോരുത്തൻ കാറ്റിന് ഒരു മറവും, ഓരോരുത്തൻ എന്നാണ് നമ്മുടെ പരിഭാഷ കിടക്കുന്നത്. പക്ഷേ സമകാലിക വിവർത്തനം കിടക്കുന്ന ഓരോരുത്തനും കാറ്റിൽ നിന്ന് അഭയസ്ഥാനമായി മാറും. ഓരോരുത്തനും and a man shall be as an hiding place from the wind. കണ്ടോ, ഇവിടെ ഒരു മനുഷ്യൻ എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ. ആ രാജാവ്, ആ നീതിയോടെ ഭരിക്കുന്ന രാജാവ് ഓരോരുത്തനും കാറ്റിൽ നിന്നുള്ള അഭയസ്ഥാനമായി മാറും. എനിക്കൊരു അഭയസ്ഥാനമുണ്ട്. ഒന്ന് രാവിലെ അത് പറയൂ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബം ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ കൂട്ടായ്മ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ടീം ഒറ്റയ്ക്കല്ല, ഞങ്ങളെ മറക്കുന്ന ഒരുവനുണ്ട്. എന്നിട്ട് നമുക്ക് താഴേക്കുള്ള വാക്യത്തിലേക്ക് വരാം. 1 മിനിറ്റ് ആ വാക്യം ഒന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ച് ഹർഷസ്കനാദിന നമുക്കൊന്നുകൂടെ ഉയർന്ന് ചിന്തിപ്പാൻ, ഇന്ന് രാവിലെ നമ്മുടെ മനസ്സിനെ ഉണർത്തുവാൻ, നമ്മുടെ മനസ്സിനെ പണിയുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ഒന്ന് മൈക്കൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഓരോരുത്തരും ഷാബാനബന ഇങ്ങനെ എന്നെ സംരക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ഇങ്ങനെ എൻ്റെ കുടുംബത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ഈ കിങ്ഷിപ്പ് നിങ്ങൾ തുറന്നു വരും. ഈ കിങ്ഷിപ്പ് നിങ്ങൾ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥകളിൽ തന്നെയാണ് നിങ്ങൾ വിടുതൽ അനുഭവിക്കാൻ പോകുന്നത്. അത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ കേട്ടോ. ഷാബ ലബന്തരാദിന പ്രൗഷമന ഘടകദനം. ലാഭാരാബാന ശസ്കനാദിനാദനാദന ലാഭാരാബാന വൻപാറയുടെ നിഴൽ പോലെ വരണ്ടുണങ്ങിയ ദേശത്ത് അവൻ രാജാവായി നിന്നെ കരുതും. ഉത്തമമായത് ചിന്തിക്കാൻ, മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് തളരാതിരിപ്പാൻ, മനസ്സിനകത്ത് വ്യാകുലപ്പെട്ട് തളരാതിരിപ്പാൻ. പ്രൗഢപനഘടകതനം അന്തരാദിന പ്രൗഢപനഘടകജന വാദപ്രൗഷമനം ലിഖ റബാന ജബശസ്കന രിഗംധരാബിന പ്രൗഢപനഘടകജന
പ്രൗഢപനഗടഗദനം. ശഖ ലചന ലഗത്തുരാദന പ്രൗഷസ്. ശാഖല റബിഷിഖാർ ജന്തുരാദന റബക്ഷസ്കനാദിന. ലംദൽഖാനഗഷസ്കനാദിരാദന പ്രൗഢപനഗടഗദന വൈഷസ്കനാദിരാദനം. വിഭദ്ര ജഗശസ്കനാദിര പ്രൗഢപനഗടഗദനം. ഈ വാക്യം നിങ്ങൾക്ക് ഒരാൾക്ക് വായിക്കാമോ? 32-ാം അധ്യായത്തിന്റെ 15-ാം വാക്യമാണ്. യെശയ്യാവിന്റെ പുസ്തകം 32:15. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനം വനമായി എണ്ണപ്പെടും. അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും. ഇവിടെ നിങ്ങൾ കണ്ടോ, ഉയരത്തിൽ നിന്ന് ദൈവം ദൈവത്തിൻ്റെ ആത്മാവിന് പകരും. ഈ ആത്മപകർച്ച വെളിപ്പെടാൻ തുടങ്ങിയാൽ ഈ അവസ്ഥ മൊത്തം മാറുന്ന കാര്യമാണ് അവിടെ പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവ് 32-ാം അധ്യായത്തിൽ പറയുന്നത്? നിങ്ങൾ വ്യാകുലപ്പെടാതെ എൻ്റെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഉത്തമ കാര്യം, ഞാൻ ഈ വാക്യങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ, നിങ്ങൾ മൊബൈലിൽ നോക്കുന്നവർക്ക് കാണാം. ഉത്തമമായ കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുവാനും അതിൽ നിങ്ങൾ ഉറ്റുനിൽക്കാനും തുടങ്ങിയാൽ, നിങ്ങൾ ആ രാജാവിൽ ഉറച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഉയരത്തിൽ നിന്ന് തൻ്റെ ആത്മാവിനെ പകരും. അപ്പൊ എന്തുണ്ടാകുന്നു? ഉണ്ടാകുന്നത് മരുഭൂമി ഉദ്യാനമായി തീരും, മരുഭൂമി പൂന്തോട്ടമായി മാറും. അപ്പൊ ഈ മരുഭൂമി എങ്ങനെ ഉണ്ടായത്? തൊട്ടു മുമ്പ് ആണ് മരുഭൂമി ഉണ്ടായത്. അവരുടെ അവസ്ഥ നിമിത്തമാണ്, അവരുടെ പ്രകൃതി നിമിത്തമാണ് മരുഭൂമി ഉണ്ടായത്. ഈ മരുഭൂമി എവിടെ ഉണ്ടായത്? നമ്മൾ വിചാരിക്കും മരുഭൂമി എന്താ പറയുക, സഹാറ മരുഭൂമി അല്ലെന്ന്. അവരുടെ വീടുകളെയാണിത് പറയുന്നത്. എൻ്റെ ജനത്തിൻ്റെ ദേശത്ത് ഉല്ലസിത നഗരങ്ങളിൽ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളച്ചു. അപ്പൊ അവരുടെ വീടുകളിലല്ലേ മുള്ളും പറക്കാരെയും മുളച്ചിരിക്കുന്നത്? അപ്പൊ ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങൾ മുള്ളും പറക്കാരിയുമായി മാറിയിരിക്കുന്നു. മുള്ളും പറക്കാരിയും ഭവനങ്ങളിൽ മുളച്ചു. ഇത് വയലിൽ മുളയ്ക്കൂന്ന് പറഞ്ഞത്. ദൈവം ആദാമിനെ പുറത്താക്കിയപ്പോൾ, ഏദൻ തോട്ടത്തിൽ പുറത്താക്കിയപ്പോൾ എന്താ പറഞ്ഞേ? അവിടെ പറഞ്ഞത് നിന്റെ വയലിൽ നിന്ന് നീ അധ്വാനിക്കുന്നിടത്ത് മുള്ളും പറക്കാരെയും മുളയ്ക്കുന്ന പറഞ്ഞേ. ഇപ്പൊ പോയി അവിടെ മുളയ്ക്കാൻ തുടങ്ങി, പോയി അവരെ ഭവനങ്ങളിൽ മുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ടോ വലിയ വലിയ വീടുകൾ ഉപേക്ഷിക്കപ്പെടുന്നു. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരുന്നു. കുന്നും കാവൽമാളികയും സദാകാലത്തേക്കും ഗുഹകളായി മാറി. അവ കാട്ടുകഴുതകളുടെ സന്തോഷ സ്ഥാനവും ആട്ടിൻകുട്ടികളുടെ മേച്ചിൽപ്പുറവുമായിരിക്കുന്നു.
അപ്പൊ അരമന നഷ്ടപ്പെട്ടു, നഗരം നഷ്ടപ്പെട്ടു, ഭവനങ്ങൾ മുള്ളും പറക്കാരെയുമായി മാറിയിരിക്കുന്നു. ഇതിന്റെ നടുവിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളോ അവസ്ഥകളോ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അകത്താണ് ഈ രാജകീയ വെളിപ്പാട് ദൈവം തുറക്കുന്നത്. നിങ്ങളുടെ അകത്താണ് ഈ കവനന്റിന്റെ വെളിപ്പാട് ദൈവം തുറക്കുന്നത്. ഇവിടെ ആദ്യം എന്താ തരുന്നത്? അവൻ നിങ്ങളെ സംരക്ഷിക്കുന്നവനാണ്, കരുതുന്നവനാണ്, നടത്തുന്നവനാണ് എന്ന വെളിപ്പാട് തന്നിട്ട് നിങ്ങളെ ഉത്തമമായ കാര്യങ്ങൾ ചിന്തിപ്പാൻ പഠിപ്പിക്കുന്നു. അതിന് നിങ്ങളെ ദൈവത്തിന്റെ വചനം കേൾപ്പിക്കുന്നു. അപ്പൊ ഉത്തമ രാജാവിനെ കുറിച്ചുള്ള വെളിപ്പാടിൽ അവന്റെ പ്രകൃതിയെക്കുറിച്ച് പഠിപ്പിച്ച് ഇത് വചനമായിട്ട് നിങ്ങളുടെ അകത്ത് കയറ്റി നിങ്ങളെ ഉറപ്പോടെ പ്രാർത്ഥിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഭവനം ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്നുള്ളതല്ല ദൈവം നോക്കുന്നത്. ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, ഈ വെളിപ്പാട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ, ഉയരത്തിൽ നിന്ന് അവൻ ആത്മാവിനെ നിങ്ങളുടെ മേൽ പകരും. നിങ്ങളുടെ മേൽ പകരുന്ന ആത്മാവിനെ അവൻ ചെയ്യുന്ന പ്രക്രിയ നോക്ക്. അപ്പോൾ മരുഭൂമി ഉദ്യാനമായി മാറും. കണ്ടോ, മരുഭൂമിയിലല്ലേ മുള്ളും പറക്കാരെയുള്ളത്, മരുഭൂമിയല്ലേ ഉഷ്ണക്കാറ്റുള്ളത്, മരുഭൂമിയിലല്ലേ വിഷസർപ്പമുള്ളത്, മരുഭൂമിയിലല്ലേ ഒന്നുമില്ലാത്തത്, മരുഭൂമിയിലല്ലേ ശക്തമായ പ്രതിസന്ധികൾ നിൽക്കുന്നത്. അപ്പൊ മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റുമോ ആത്മാവ്? അപ്പൊ മരുഭൂമിയെ ഉദ്യാനമാക്കി മാറ്റുന്നതാണോ ആത്മപകർച്ച? അപ്പൊ നിങ്ങളുടെ വീടിന്റെ അവസ്ഥകളെ മാറ്റുവാനായി കരുത്തുണ്ടോ ആത്മതലത്തിന്? ഉദ്യാനം വനമായി എണ്ണപ്പെടും. ഞാനത് എപ്പോഴും നിങ്ങളെ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്, പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്കുകളാണ്. മരുഭൂമി ഉദ്യാനമായി മാറും. ഉദ്യാനത്തിന്റെ പ്രത്യേകത എന്താ? അത് പൂന്തോട്ടമാണ്. പീച്ചി ഡാമിൽ പോയാൽ നിങ്ങൾക്ക് പൂന്തോട്ടം കാണാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പൂക്കൾ പറിക്കരുത്. പക്ഷെ അവിടെ പൂക്കളുണ്ട്, അവിടെ ജീവന്റെ തുടുപ്പുണ്ട്, പക്ഷേ ജീവന്റെ സമൃദ്ധിയില്ല. എന്നാലോ ഉദ്യാനം വനമായിട്ട് എണ്ണപ്പെടും. ഞാൻ കാട്ടിപ്പോയിട്ടുണ്ട്, പീച്ചി കാട്ടിപ്പോയിട്ടുണ്ട്. അവിടെ എവിടെ ഒരു ബോർഡില്ല, പൂക്കൾ പറിക്കരുത്. നീ എന്തോരം പറിച്ചാലും അതിനകത്ത് സമൃദ്ധിയാണ്. കണ്ടോ, കേൾക്കുന്നത് നിങ്ങൾ? അപ്പൊ ആത്മപകർച്ച വെളിപ്പെടാൻ തുടങ്ങിയാൽ ജീവന്റെ തുടിപ്പുണ്ടാകും, ജീവന്റെ സമൃദ്ധി ഉണ്ടാകും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? നിങ്ങളുടെ ഭവനത്തിനകത്ത് നടക്കും കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ നമ്മളിപ്പോൾ 60 കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ അകത്ത് പല അവസ്ഥകളുണ്ട്, പല സാഹചര്യമുണ്ട്, പല പ്രയാസമുണ്ട്, പല പ്രതിസന്ധിയുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുകയാണ്. നമ്മുടെ കുടുംബം ക്രിസ്തു വെളിപ്പാടിൽ വളരാൻ, നമ്മുടെ കുടുംബം ക്രിസ്തുവിന്റെ ആ കവനന്റിന്റെ വെളിപ്പാടിൽ വളരാൻ, നമ്മുടെ തലമുറകൾ ഒരു കുടുംബം ഒരു യൂണിറ്റാണ്, ദൈവം വെച്ചിരിക്കുന്ന ഒരു യൂണിറ്റാണ്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിനകത്ത് ഈ 60 കുടുംബങ്ങളെ ഓർത്തുകൊണ്ട്, പലപ്പോഴും എന്നോട് ആൾക്കാർ പറയുന്നത്, പാസ്റ്റർ അധിക സമയം വീടുകൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ സമയം എടുക്കുന്നില്ല, ഞങ്ങളുടെ അവസ്ഥകൾക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ സമയം എടുക്കുന്നില്ല, പരാതി എന്നോട് പറയാറുണ്ട്. ഞാനത് ആ പരാതി കേൾക്കാത്തതിന് കാരണം നമ്മുടെ വളർച്ചയ്ക്കകത്ത് നിങ്ങളുടെ ഭവനങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 61 കുടുംബങ്ങളുടെ അകത്തും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരുവാനായിട്ട് ദൈവാത്മാവിന്റെ പകർച്ച അതുണ്ടാകാൻ ഞാൻ പറഞ്ഞു. വചനത്തിന്റെ വെളിപ്പാടുകളാണ്, വചനത്തിന്റെ ആഴമാണ് നിങ്ങളുടെ അകത്ത് ആത്മപകർച്ച ഉണ്ടാക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ചോ, എല്ലാം മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ഭവനങ്ങൾക്ക് വേണ്ടി ഈ എല്ലാ ഭവനങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു പകർച്ച അയക്കാൻ ഷാബാന, വചനം ധ്യാനിക്കുന്നവരുടെ മേൽ ദൈവാത്മാവ് പകർച്ച അയക്കും. വചനം ധ്യാനിക്കുന്നവന്റെ മേൽ പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു പകർച്ച അയക്കും. ഓ റബാന ഭാഷ അന്തൽ കിടകതിന ഭവനങ്ങളിലുള്ള മുള്ളിനെയും പറക്കാരെയും ദൈവം എടുത്തു മാറ്റി ഭവനങ്ങളെ ഉദ്യാനമാക്കി മാറ്റും. എന്റെ ഭവനം മുള്ളിനും പറക്കാരയ്ക്കും വളരാനുള്ള ഭവനമല്ല. അത് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, എന്റെ ഭവനം മുള്ളിനും പറക്കാരയ്ക്കും ഓ റബാനബ വളരാനുള്ള ഭവനമല്ല. ഇന്ന് രാവിലെ വചനത്താലും ആത്മാവിനാലും അതിന് വെട്ടിക്കളയാമെങ്കിൽ വെട്ടിക്കോ. ആത്മതലത്തിൽ വാഴുവാൻ അധികാരമുള്ള സഭ, ആത്മതലത്തിൽ വാഴുവാൻ അധികാരമുള്ള സഭ. മുള്ളിനെയും പറക്കാരെയും വെട്ടാൻ റെഡിയാകുക.
തുറക്കട്ടെ, തുറക്കട്ടെ. കിങ്ഡം ശകനാദിന ശസ്കനാദിന ഹത്തൽക്കനാദിന പ്രൗഷഭനഗണഗദന. ഒരു ഓപ്പണിംഗ് ഭവനങ്ങളിൽ സംഭവിക്കട്ടെ, ഒരു ഓപ്പണിംഗ് ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. ഷാദൽക്കന, ഒരു ദൈവപ്രവൃത്തി ഭവനങ്ങളിൽ സംഭവിക്കട്ടെ. അത് തുറന്നു വരുന്നു കേട്ടോ. ഇന്ന് രാവിലെ അത് ഭവനങ്ങളുടെ മേൽ തുറക്കുന്നു കേട്ടോ. ഷാഭ ഷസ്കനാദിന പ്രൗഢവനഘടകഥന വേദപ്രൗഷഭനഘടകഥനം. വ്യാകുലപ്പെടുന്ന മനസ്സുകളുടെ അകത്ത് തുറക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പാടുകൾ. തളരുന്ന മനസ്സുകളുടെ അകത്ത് തുറക്കുന്ന വചനത്തിന്റെ വെളിപ്പാട്. ഒരു രാജാവ് നീതിയോടെ വാഴുന്നു. കാറ്റുകളെ ശാസിക്കുന്നവൻ, വൻപാറയുടെ തണലിൽ ഇരുത്തുന്നവൻ, മരുഭൂമിയിൽ ഉറവുകൾ തുറക്കുന്നവൻ. ഒരു ആത്മാവിന്റെ പകർച്ച. ഇന്ന് രാവിലെ ജനത്തിന് മേലത് തുറക്കാൻ, ഒരു ആത്മ പകർച്ച വെളിപ്പെടാൻ. പരിശുദ്ധ ഇപ്പോൾ ആത്മാവിന്റെ പകർച്ച, ഇപ്പോൾ ആത്മാവിന്റെ പകർച്ച, ഇപ്പോൾ ആത്മാവിന്റെ പകർച്ച. ഭവനങ്ങളിലുള്ള മുള്ളും പറക്കാരെയും ഭവനങ്ങളിലുള്ള മരുഭൂമികളെ ഭവനങ്ങളിലുള്ള മുള്ളും പറക്കാരെയും എടുത്തു മാറ്റുന്ന, ഭവനങ്ങളിലുള്ള മുള്ളും പറക്കാരെയും എടുത്തു മാറ്റുന്ന ആത്മാവിന്റെ ഒരു സ്പർശനം ഇപ്പോൾ ഈ രാവിലെ ഞങ്ങളുടെ മക്കളുടെ മേൽ തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജാവ് വാഴുന്നവനാണ്. മുള്ളും പറക്കാരെയും അല്ല ഭവനങ്ങളിൽ വാഴേണ്ടത്. ഇന്ന് രാവിലെ ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഷംദൽ കടകദന ശസ്കന ദിരപ്രൗഢമന ഹംദൽ കടകദനം. ശസ്കനാദിന പ്രൗഢമനകത്തുലാദന പ്രൗഷഭന ഹംദൽ ഘടകദനം. ഈ വാക്യം കൊണ്ട് ഒരാൾക്ക് വായിക്കാമോ? ഇതുകൊണ്ട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ഈ വാക്യം കൊണ്ട് വായിച്ച് 18-ാം വാക്യം, 32-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സൗകര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. അന്ന് എന്റെ ജനം സമാധാന ഭവനത്തിലും സുരക്ഷിതമായ വസതികളിലും പ്രശാന്തമായ, എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും പാർക്കും. അപ്പൊ ജനത്തിന്റെ ഭവനം, ജനത്തിന്റെ വാസം സമാധാന ഭവനത്തിലായിരിക്കുമോ? അപ്പം ഇത്രയധികം മാറ്റമുണ്ടാകുമോ? അപ്പൊ അവരുടെ ഭവനങ്ങളിലെ മുള്ളും പറക്കാരും കണ്ടോ,
സന്തോഷ ഭവനങ്ങളിൽ മുളച്ച മുള്ളും പറക്കാരി എവിടെ പോയി? ഒരു ആത്മതലം തുറന്നാൽ നിങ്ങളുടെ ഭവനത്തിന്റെ അവസ്ഥ മാറുമോ? നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? അതോ വെറും വാക്യങ്ങൾ മാത്രം വായിച്ചു വിടുകയാണോ? ഷാപ ഹദശസ്കന ലഗത്തുരാധന ശസ്കനാദിരാധന. അപ്പൊ ഇവിടെ ഈ അധ്യായം വെച്ചുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, വാഴുന്ന രാജാവ് സഹോദരിമാർ കേൾക്കേണ്ട വചനം, തുറക്കുന്ന ആത്മതലം, ഇത് മൂന്നും കൂടെ സംയോജിക്കപ്പെട്ടപ്പോൾ അവരുടെ ഭവനങ്ങൾ മുഴുവൻ സമാധാന ഭവനങ്ങളായി മാറിയോ? അവരുടെ വസതികൾ മുഴുവൻ സ്വസ്ഥതയുള്ള വസതികളായി മാറിയോ? അവരുടെ ഭവനങ്ങൾ വിശ്രമ ഭവനങ്ങളായി മാറിയോ? ഷാഭ. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്തത് കിടക്കട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അപ്പൊ ഈ ഭവനത്തെ ശരിക്കും ഇപ്പോൾ പണിയുന്നത് ആരാണ്? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഈ അധ്യായത്തിൽ ഭവനങ്ങളെ പണിയാൻ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആരെയാണ്? സത്യത്തിൽ സഹോദരിമാരോടല്ലേ ഭവനങ്ങളെ പണിയാൻ പറയുന്നത് ഈ അധ്യായത്തിൽ? ആണോ? നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? സഹോദരിമാർക്ക് ഒരു ഭവനത്തിന്റെ പണിയിൽ ദൈവാത്മാവ് അമിതമായ പ്രാധാന്യം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സമയമായിപ്പോയി. ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമുക്കത് കണ്ടോ, ഈ വാക്യം കണ്ടോ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നിങ്ങളുടെ മേൽ പകർന്ന് മരുഭൂമിയെ പൂന്തോട്ടമാക്കി മാറ്റി, പൂന്തോട്ടത്തെ വനമായിട്ട് മാറ്റി. അടുത്ത വാക്ക് ശ്രദ്ധിക്കുക, അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും, ഉദ്യാനത്തിൽ നീതി പാർക്കും. നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രമവും നിർഭയമായിരിക്കും. അപ്പോൾ പകരുന്ന ആത്മതലം, രാജാവിനെ കുറിച്ചുള്ള വെളിപ്പാട്, വചനത്തിലുള്ള വളർച്ച നിങ്ങളുടെ ഭവനത്തെ ദൈവിക സ്വസ്ഥതയിലേക്കും ദൈവിക സമാധാനത്തിലേക്കും ദൈവിക വിശ്രമത്തിലേക്കും നടത്തും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങളുടെ അകത്തുണ്ടാകുന്ന സമാധാനമാണ് നിങ്ങളിൽ തുറക്കുന്ന അധികാരത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. നിങ്ങൾ കരഞ്ഞു കൂവിക്കൊണ്ടും വിഷമിച്ചും ഭാരപ്പെട്ടും തളർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ നിന്ന് അതോറിറ്റി ഓപ്പൺ ആകില്ല. അധികാരം തുറക്കണമെങ്കിൽ നിങ്ങളുടെ അകത്ത് സമാധാനം ദൈവാത്മാവ് തുറക്കണം. അതുകൊണ്ട് ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങൾ അടുത്ത 1 മിനിറ്റ് നേരം കൂടെ പ്രാർത്ഥിക്കുകയാണ്. ഈ വാക്യം 18-ാം വാക്യം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. നീതിയോടെ രാജാവ് വാഴുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനം സമാധാന നിവാസമായിരിക്കും. നിങ്ങളുടെ ഭവനങ്ങളിൽ, ഞാനത് ഈ പരിഭാഷയിൽ വായിക്കുന്നു, എൻ്റെ ജനം സമാധാന ഭവനത്തിലും സുരക്ഷിതമായ. അപ്പോൾ 1 സമാധാനം, അന്തരീക്ഷം മാറും. 2 പ്രൊട്ടക്ഷൻ, സുരക്ഷിതമായ വസതികൾ, പ്രശാന്തമായ വിശ്രമ സങ്കേതം. കണ്ടോ, ഭയങ്കര മഹത്വത്തിലേക്ക് നിങ്ങളുടെ ഭവനങ്ങൾ പ്രവേശിക്കാൻ തുടങ്ങും. അടുത്ത 1 മിനിറ്റ് നേരം നമ്മൾ നമ്മുടെ ഭവനത്തിന് വേണ്ടി തന്നെ പരസ്പരം ഈ 62 കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ ഭവനങ്ങളെല്ലാം എങ്ങനെയായി മാറാൻ, എല്ലാ അവസ്ഥകൾക്കും മാറ്റം വരാനായിട്ട് 1 മിനിറ്റ് നേരം എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരൊറ്റ മിനിറ്റ് വരെ എല്ലാവരും പ്രാർത്ഥിച്ചു. ഷാഭന, എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഷാ പ്രബന്ധുരാധന പ്രൗഷസ്കനാദിനാഥന മാറട്ടെ, അവസ്ഥകൾ മാറട്ടെ, ഭവനത്തിന്റെ അവസ്ഥകൾ മാറട്ടെ, സാഹചര്യം മാറട്ടെ. ലംദൽ പ്രൗഢവന ജഗത്തുരാധന പ്രൗഷവന ഘടകധനം ശ്രാദൻ ഘനാതിരാധന പ്രൗഷവന ഖദുരുബിനി ഘടകധനം
പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഓരോ കുടുംബങ്ങളുടെ മേലും അങ്ങിത് തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഭവനങ്ങൾ സുരക്ഷിതമായി മാറട്ടെ. ഞങ്ങളുടെ ഭവനങ്ങൾ ദൈവിക സമാധാനം കൊണ്ട് നിറയട്ടെ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവ മഹത്വം ഇറങ്ങട്ടെ. ഞങ്ങളുടെ കർത്താവെ, അകത്ത് പുത്രത്വത്തിന്റെയും കിങ്ഷിപ്പിന്റെയും റെവലേഷനുകൾ തുറക്കണമേ. വചന വെളിപ്പാട് ഞങ്ങൾ വളർത്തണമേ. ഞങ്ങളുടെ സഹോദരിമാർ ഞങ്ങളുടെ ഭവനങ്ങൾ പണിയുന്നവരായി മാറട്ടെ. കർത്താവെ, ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ സാഹചര്യങ്ങളുടെ മടുവിൽ, അവസ്ഥകളുടെ മടുവിൽ അങ്ങ് അവരെ പണിയുന്നല്ലോ. അങ്ങ് അവരകത്ത് കൊടുത്ത വെളിപ്പാടിനായി സ്തോത്രം. ഒരാൾ പോലും തളരരുത്, ഒരാൾ പോലും വിഷമിക്കരുത്, ഒരാൾ പോലും ഭാരപ്പെടരുത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് ശക്തിയോടെ ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ, ജ്വലിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വളരെ ലളിതമായിട്ടാണ് ഇന്ന് നമ്മോട് ഇടപെട്ടത്. പല കുടുംബങ്ങളിലേക്ക് ഞാൻ സാധാരണ അത്രയും ആഴത്തിൽ അത്രയും വിഷയങ്ങളിലേക്ക് പോകാറില്ല. പക്ഷേ ആരൊക്കെയോ അല്ലാതെ ഇന്ന് രാവിലെ ഭാരപ്പെടുന്നതായിട്ട് പ്രയാസപ്പെടുന്നതായിട്ട് എൻ്റെ മനസ്സിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായിട്ടാണ് ഇന്ന് രാവിലെ നിന്നത്. നിങ്ങൾ ഭാരപ്പെടരുത്, തളരരുത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാട് ദൈവം നിങ്ങളുടെ അകത്ത് തുറക്കും. പുതിയ ഉടമ്പടിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തുറക്കും. ദൈവം നിങ്ങളെ കരുതും. നിങ്ങൾ 42-ാം അധ്യായം അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല, ചതഞ്ഞ ഓട അവൻ ഒടിക്കില്ല. ഇത് കവനന്റിൻ്റെ വെളിപ്പാടിൽ ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കേണ്ട ഭാഗമല്ല കേട്ടോ. പക്ഷേ ഉപയോഗിക്കാൻ കഴിയാതെ ഒരു ഓടയുടെ ഓടക്കുഴലിൻ്റെ പ്രത്യേകത, അതിനകത്ത് കൊണ്ട് മധുരമായ ശബ്ദം വരുന്നത്. അതിൻ്റെ ആ ഓടക്കുഴൽ അല്പം പോലും ചിന്നാൻ പാടില്ല. ആ ഓടക്കുഴൽ, ആ ചതഞ്ഞ ഓട, അത് ചിന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപയോഗിക്കാൻ പറ്റില്ല. ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അത് വല്ല അടുപ്പിൽ ഊതാനോ അടുപ്പിൽ വെച്ച് കത്തിക്കാനേ കൊള്ളുള്ളൂ. പക്ഷെ തമ്പുരാൻ പറയുകയാണ്, ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാതെ, പുകയെന്ന തിരിയെ കെടുത്തിക്കളയാതെ തൻ്റെ ജനത്തോടൊരു ഉടമ്പടി ചെയ്ത്, ഉടമ്പടിയിലൂടെ കുരുട്ട് കണ്ണുകളെ തുറന്നുകൊണ്ട് അവൻ നിങ്ങളുടെ മേൽ ദൈവിക നിറവുകൾ തുറന്ന് ആത്മാവിനെ പകർന്ന് നിങ്ങളുടെ കുടുംബങ്ങളെ അവൻ പണിത്, നിങ്ങളുടെ ഭവനങ്ങളെ അവൻ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിറവുകളാക്കി മാറ്റി. അവിടെ കൊണ്ട് നിങ്ങൾ നിർത്തരുത് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന അബദ്ധം അതാണ്. നിങ്ങളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനത്ത്. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ക്രിസ്തുവിന് പകരമായി ദൈവത്തിൻ്റെ പ്രവർത്തികൾ ഈ ഭൂമിയിൽ ക്രിസ്തുവിന് പകരക്കാരനായി നിവർത്തിക്കുവാനാണ് ദൈവം നിങ്ങളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. ഞാൻ അപ്പം അതൊന്നുകൂടെ പറയാം. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് ദൈവിക ലക്ഷ്യങ്ങൾ നിവർത്തിക്കുവാനായിട്ട് അയച്ചു. ആ ക്രിസ്തുവിന് പകരമായിട്ടാണ് ഇപ്പോൾ ദൈവം ഭൂമിയിൽ നിങ്ങളെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് നിങ്ങൾ പണിയപ്പെടാൻ തുടങ്ങിയാൽ ഈ അവസ്ഥകൾക്ക് മുഴുവൻ മാറ്റം വരും. അതാണ് നിങ്ങളുടെ അകത്ത് തികവിലേക്ക് നിങ്ങൾ വളരുന്നത്. അവിടെയാണ് നിങ്ങൾ കിങ്ഷിപ്പിലേക്ക് നിങ്ങൾ വളരുന്നത്. അവിടെയാണ് നിങ്ങൾ ദാവീദ്യ ഉടമ്പടിയിലേക്ക് വളരുന്നത്. ഇപ്പോൾ നമ്മൾ സാഹചര്യങ്ങൾ പറയുകയായിരുന്നു, അവസ്ഥകൾ പറയുകയായിരുന്നു, പ്രശ്നങ്ങൾ പറയുകയായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളുടെ പരിഹാരം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല നമ്മെ വിളിച്ചത്. ഇതെല്ലാം ദൈവം തുറക്കും. ഇപ്പോൾ ദൈവാത്മാവ സ്പർശനം തുടങ്ങും. നിങ്ങൾക്ക് ഇന്ന് രാവിലെ സാക്ഷ്യം അനുഭവിക്കാം. പക്ഷെ നിങ്ങൾ വിളിച്ചത് ക്രിസ്തുവിന് പകരക്കാരായി ദൈവരാജ്യത്തിന് വേണ്ടി. ക്രിസ്തു എന്തിപ്പോൾ ഭൂമിയിലുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു, അത് ചെയ്യാൻ നമ്മെ അവൻ വിളിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്കുപാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ അങ്ങ് വളർത്തുന്ന വളർച്ചകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മക്കൾ വളരുവാൻ ആഗ്രഹിച്ച്, ക്രിസ്തുവിൽ പണിയപ്പെടുവാൻ ആഗ്രഹിച്ച് ഈ രാവിലെയും ഒരുമിച്ച് കടന്നു വന്നല്ലോ കർത്താവേ. ഞങ്ങളുടെ മക്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെ പണിയാതെ ഇവരകത്തുള്ള ആത്മമനുഷ്യനെ പണിയാൻ പറ്റില്ലല്ലോ. ഇവർ ജയാളികളാകട്ടെ കർത്താവേ. അനുദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ വെളിപ്പാടിൽ അതിനെ അതിജീവിപ്പാനുള്ള കൃപ അങ്ങയുടെ മക്കളുടെ മേൽ കൊടുക്കണമേ കർത്താവേ. ജോലി സ്ഥലത്ത്, ഭവനത്തിനകത്ത്, കൂട്ടുകുടുംബങ്ങളുടെ മടിവിൽ, തലമുറകളുള്ള ബന്ധത്തിൽ,
പല മേഖലകളിൽ അങ്ങയുടെ മക്കളെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളെ, അവസ്ഥകളെ അതിജീവിപ്പാനുള്ള കൃപ ഇന്ന് രാവിലെ തുറന്ന് ക്രിസ്തു വെളിപ്പാടിൽ വളർന്ന് ക്രിസ്തുവിനെ കുറിച്ച് അവൻ രാജാവാണെന്നും വാഴുന്നവനാണെന്നുള്ള വെളിപ്പാടിൽ വളർന്ന് ആത്മാവിൽ ശക്തിയോടെ നിൽക്കുവാൻ അങ്ങയുടെ മക്കളുടെ മേൽ കൃപ പകരണമേ കർത്താവേ. ഞാൻ ഈ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകട്ടെ, പ്രയോറിറ്റികൾക്ക് മാറ്റം ഉണ്ടാകട്ടെ, വചനത്തിനകത്ത് ഇമേഴ്സ് ആയിരിക്കട്ടെ, അവർ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നിറയട്ടെ. അങ്ങനെ നിറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ തുറന്നു വരുന്ന ആത്മതലം ഉയരത്തിൽ നിന്ന് ആത്മാവിനെ അങ്ങ് ഇവരുടെ മേൽ തുറക്കുമ്പോൾ അത് എല്ലാ അവസ്ഥകൾക്കും മാറ്റമുണ്ടാക്കി ഇവരുടെ ഭവനങ്ങളെ സന്തോഷവും ആനന്ദവുമാക്കി മാറ്റുമല്ലോ കർത്താവ്. വിശ്രമ സ്ഥലമാക്കി മാറ്റുമല്ലോ, സ്വസ്ഥതയുള്ള വസതികളാക്കി മാറ്റുമല്ലോ. അത് ഇവരുടെ ഡെസ്റ്റിനിയിലേക്ക് ഇവരെ തിരിച്ചുവിടുമല്ലോ. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ തലമുറയിൽ ദൈവത്തിനുവേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇവരെ സഹായിക്കണം. ഞാൻ അവനായിട്ട് ഇവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി മാറട്ടെ. മഹിമ കുഞ്ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ഷലോം.